ഹലോ ഹായ് നമസ്തേ നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷമാണ് അമ്മ ഇന്ന് മടങ്ങിയെത്തുന്നത്. കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാങ്കേതിക കാരണങ്ങൾ മൂലമാണ് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായത്. ഈ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിൽ കുറേ പേര് വാട്സപ്പിലും ഇമെയിലിലും കമൻറ്റ് ബോക്സിലും ഒക്കെ മെസ്സേജുകളും ഒക്കെ നമുക്ക് അയക്കുന്നുണ്ടായിരുന്നു. അമ്മ എവിടെ, അമ്മയ്ക്ക് സുഖമാണോ, അമ്മയും അമ്മയുടെ റെസിപ്പീസും ഒക്കെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വന്നിരുന്നു. കുറേ പേർക്ക് ഞാൻ തന്നെ മറുപടി അയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ എല്ലാവരോടും പറയട്ടെ, അമ്മ സേഫായി തന്നെ ഇരിക്കുന്നു. അമ്മയോടുള്ള ഈ ഒരു സ്നേഹത്തിന് എല്ലാവർക്കും ഒരു വലിയ താങ്ക്സും കൂടി ഈ ഒരു അവസരത്തിൽ പറയുകയാണ് കേട്ടോ. അപ്പോൾ വിഷു ഒക്കെ ഇങ്ങ് എത്തിക്കഴിഞ്ഞു അല്ലേ? വിഷുവിന് തയ്യാറാക്കാനായിട്ടുള്ള ഒരു ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ് അമ്മ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സദ്യ വിളമ്പുന്നതും കഴിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള രീതി കാണിച്ചു തന്നിട്ടുള്ള വീഡിയോ നേരത്തെ തന്നെ അമ്മ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായും ആ എപ്പിസോഡ് എടുത്ത് കാണുക. ഒട്ടും തന്നെ സമയം കളയാതെ അമ്മയുടെ നുറുക്ക് ഗോതമ്പ് പായസം അല്ലെങ്കിൽ ഗോതമ്പ് പ്രഥമൻ കണ്ടിട്ട് മടങ്ങി വരാം. ഞാനിപ്പം 2 കപ്പ് സൂചി ഗോതമ്പിൻ്റെ നുറുക്കാണ് എടുത്തിരിക്കുന്നത്. സംബ ബ്രോക്കൺ വീറ്റ് എന്ന് പറഞ്ഞ് പാക്കറ്റിൽ വരുന്നതാണ്. ഇതിൻ്റെ തന്നെ ചെറിയതായിട്ടുള്ള തരിയും വരുന്നുണ്ട്. നമ്മുടെ ഉപ്പുമാവിനൊക്കെ എടുക്കാൻ പറ്റുന്ന ടൈപ്പ്. അതായത് നമുക്ക് പായസത്തിന് അത്ര നന്നായിരിക്കില്ല. അപ്പോൾ ഇതുപോലെയുള്ള നുറുക്ക് വേണം നോക്കി നമ്മുടെ പായസത്തിന് എടുക്കാനായിട്ട്. ഇതാ പാക്കറ്റിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് സംബ ബ്രോക്കൺ വീറ്റ്. അപ്പം ഇതുപോലെയുള്ള നോക്കി വേണം എടുക്കാൻ. ഇത് 2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനെ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ നുറുക്ക് ഗോതമ്പ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പായസം തയ്യാറാക്കുമ്പോൾ അതിന് അധികം കൊഴുപ്പുണ്ടാകില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇത്രയും മതി. ഒരു 2-3 മിനിറ്റ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുതിരാനായിട്ട് വെക്കാം. ഇതുപോലെ നന്നായിട്ട് കഴുകി ഒരു 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി വെള്ളമൊക്കെ നല്ല ക്ലിയർ ആകുന്നിടം വരെ കഴുകിയ ശേഷം ഇതൊന്ന് കുതിരാനായിട്ട് വെക്കാം. നല്ല വൃത്തിയായിട്ട് ഞാനിപ്പം കഴുകി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിനി നമുക്കൊന്ന് അടച്ചിട്ട് ഒരു മണിക്കൂർ നമുക്കിതൊന്ന് കുതിരാനായിട്ട് വെക്കാം. കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ കുതിർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പം ഉരുളിയിൽ തന്നെ വേവിക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം എടുക്കും അല്ലെങ്കിൽ അത് വെന്ത് വരാനായിട്ട്. ഒരു 100 ഗ്രാം ചൊവ്വരി നല്ലവണ്ണം കഴുകി വെള്ളമൊക്കെ നല്ല ക്ലിയർ ആകുന്നിടം വരെ കഴുകിയതാണ്. ഒരു അരമണിക്കൂർ ഞാൻ ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചതാണ്. അതിന് നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി വെന്ത് നല്ല ഒരു ട്രാൻസ്പെറൻ്റ് ആയി വരണം. ഇതാ ഇത്രയും മതി. ഇതിപ്പോൾ ചൊവ്വരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് അരിച്ച് മാറ്റി വെക്കാം. ഉരുളിയിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിരുന്ന നുറുക്ക് ഗോതമ്പ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം മുഴുവനായിട്ട് ഞാൻ വാർത്തെടുത്ത് കളഞ്ഞതാണ്. നെയ്യിലിട്ടൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് മൂപ്പിക്കാം. ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലോട്ട് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയാണ്. ഇതിന് വീണ്ടും ഒന്ന് ഇളക്കി മൂപ്പിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗോതമ്പിലേക്ക് ആ മധുരമൊക്കെ നന്നായിട്ട് പിടിച്ച് ഒരു കാരമലൈസേഷൻ അതിന് കിട്ടും. അപ്പോൾ നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഞാൻ എപ്പോഴും ഗോതമ്പ് പായസം ഇങ്ങനെയാണ് തയ്യാറാക്കാറുള്ളത്. പഞ്ചസാരയൊക്കെ ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 6 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് ഗോതമ്പാണല്ലോ നമ്മളെടുത്തത്. അപ്പോൾ 6 ഗ്ലാസ് വെള്ളം വേവാനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് ഗോതമ്പൊന്ന് വെന്ത് വരണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഗോതമ്പ് വെന്ത് വരട്ടെ. നമുക്കിതുപോലെ ഒരു അടപ്പ് കൊണ്ടൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗോതമ്പങ്ങ് വെന്ത് വരും.
നിങ്ങൾക്കിതിപ്പോൾ എളുപ്പം കുക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വെച്ചൊരു 3-4 വിസിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗോതമ്പ് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 7 മിനിറ്റ് ഞാനിതുപോലെ അടച്ചു വെച്ചതാണ്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. വെന്തോന്ന് നമുക്ക് നോക്കാം. അത്യാവശ്യം വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒന്ന് വറ്റിക്കോട്ടെ കേട്ടോ. ഇത് തുറന്ന ശേഷം നമുക്കൊരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഗോതമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതിൽ ആ ബാക്കി വെള്ളം കൂടി ഒന്ന് വറ്റി വന്നോട്ടെ. അതിനുശേഷം നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് വീണ്ടും ഒന്നും കൂടി വഴറ്റിയെടുക്കണം. അപ്പം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഗോതമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. കുക്കറിലൊക്കെ വേവിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വല്ലാണ്ടങ്ങ് ഉടഞ്ഞങ്ങ് ഭയങ്കര കട്ടിയായി പോവും. ഇതാകുമ്പോൾ നമുക്ക് പായസത്തിന് കറക്റ്റ് ഒരു ടെക്സ്ചറായിരിക്കും. ഈ സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരയാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 500 ഗ്രാം ശർക്കര. ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ ആ മധുരവും ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ചില ശർക്കരയ്ക്ക് നല്ല ഉപ്പ് കാണും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഒരു നുള്ളു ഉപ്പ് നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. എങ്കിലേ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരുള്ളൂ. ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇതിപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ ഉപ്പുണ്ട്. ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. ഇനി ആ ശർക്കരയും നെയ്യും ഗോതമ്പും എല്ലാം കൂടി കിടന്നൊന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ട് വറ്റി വരണം. ആ ശർക്കരയും ഗോതമ്പും എല്ലാം കൂടെ നല്ലൊരു തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി അരിച്ചു വെച്ചിരിക്കുന്നതാണ്. 100 ഗ്രാം ചവ്വരിയാണ്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചവ്വേരി കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കണം. ആ ചവ്വേരിയിലൊക്കെ നല്ലോണം ശർക്കര പിടിച്ച് കേട്ടോ. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരട്ടെ. ഇതിപ്പോൾ ഒരു 1/4 ഗ്ലാസ് തേങ്ങാപ്പാലാണ്, 2ാം പാല്. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക നല്ല ഫൈനായിട്ട് പൊടിച്ചാണ് പഞ്ചസാര കൂട്ടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടി, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ആ തേങ്ങാപ്പാലിലെ സ്പൂൺ കൊണ്ട് കട്ടയില്ലാതെ ഒന്ന് അലിയിച്ചെടുക്കാം. ഡയറക്റ്റായിട്ട് നമ്മൾ ചേർത്താൽ ചിലപ്പോൾ അതിൽ കട്ടയായിട്ട് കിടക്കും. ഇതിപ്പോൾ പാലിൽ ഇതുപോലെ അങ്ങ് അലിയിച്ചിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങുകയും ചെയ്യും. ഒട്ടും കട്ടയില്ലാതെ നമുക്കതിലേക്ക് ചേർക്കാൻ പറ്റും. അപ്പം ഇത് ഈ ഒരു സമയത്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലേവറൊക്കെ നന്നായിട്ട് പായസത്തിലേക്ക് ഇറങ്ങി കിട്ടും. അപ്പം നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറുകി കഴിഞ്ഞിട്ട് വേണം നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ 2ാം പാല് ചേർത്ത് കൊടുക്കാൻ. മധുരത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിൻ്റെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം 2 കപ്പ് ഗോതമ്പിന് 500 ഗ്രാം ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 100 ഗ്രാം ചവ്വേരിയും ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം നന്നായിട്ടൊരു 10 മിനിറ്റ് അത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഒരു 3 തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വലിയ തേങ്ങ ആയതുകൊണ്ട്. അപ്പം ഇതൊരു 4 ഗ്ലാസ് 2ാം പാലുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തിളച്ച് കുറുകി വരട്ടെ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 2ാം പാലിൽ കിടന്ന് ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. അതിങ്ങനെ ചെറുതായിട്ടൊന്ന് വറ്റി വരണം. കുറച്ച് വറ്റിയിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിലൊക്കെ കറക്റ്റ് കേട്ടോ.
ഒരു 15 മിനിറ്റ് ഏകദേശം ഒരു രണ്ടാം പാലിൽ കിടന്ന് എല്ലാം കൂടി ഒന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ലോയിലേക്കാക്കി വെക്കണം. 2 ഗ്ലാസ് നല്ല കട്ടിപ്പാലാണ് കേട്ടോ ഒന്നാം പാൽ. കുറച്ച് ചേർത്തൊന്ന് ഇളക്കാം. ബാക്കി പാലും കൂടെ അങ്ങ് ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും മതി. എല്ലാം കൂടി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. കിസ്മിസും ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് ഡിഷിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വരുന്ന വിഷുവിന് നിങ്ങൾ ഇതുപോലെ ഈ ഗോതമ്പ് പായസം ഒന്ന് തയ്യാറാക്കി നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. മറ്റ് പായസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് എഴുതണം. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു വിഷു ഞങ്ങൾ ആശംസിക്കുന്നു. ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കി പായസം എങ്ങനെ ഉണ്ടെന്ന്. ടേസ്റ്റ് ചെയ്യാമേ. നല്ല സ്വാദുണ്ട്. ആ കോക്കനട്ടിൻ്റെ ക്രഞ്ചിനെസ്സും മധുരം എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടോ? ഇഷ്ടപ്പെട്ടോ? വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഓരോരോ സ്പൂൺ എടുത്തിട്ട് മതിയാവില്ല. ഇപ്രാവശ്യം വിഷുവിന് ഉണ്ടാക്കാൻ അമ്മയോട് പറയണം ഇതുപോലെ. ഡെഫിനറ്റ്ലി. എൻ്റെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി. ഗുഡ് ബൈ.